ഇപ്പോൾ വിഷൻ 2047 യൂത്ത് ഫോർ ചേഞ്ച് എന്നുള്ള ഒരു ആശയത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഊന്നിയാണ് ഈ ഒരു പ്രോഗ്രാം ഇപ്പം കണ്ടക്ട് ചെയ്യുന്നത്. എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇല്ല, സ്വാഭാവികമായിട്ടും ട്രിവാൻഡ്രത്തെ ജനങ്ങൾക്ക് ഒരു മാറ്റം വേണമെന്നുള്ളത് നമ്മളെല്ലാവരുടെയും ആഗ്രഹമാണ്. കഴിഞ്ഞ 15 വർഷമായിട്ടുള്ള ഒരു MP എന്ത് ഇവിടെ ചെയ്തു, ഇവിടുത്തെ യൂത്തിന് വേണ്ടി എന്ത് ചെയ്തു. ഇപ്പോൾ ഹൈക്കോർട്ട് ബെഞ്ചിൻ്റെയും ഇവിടുത്തെ ടെക്നോ പാർക്കിൻ്റെ കാര്യം ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു ടെക്നോക്രാറ്റ് വരുമ്പം യൂത്തിന് എങ്ങനെ അത് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാം എന്നുള്ളൊരു ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം. അപ്പം ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ഇത് ഡയറക്റ്റ് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടിയില്ല, അത്രയും സന്തോഷം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ജോലി സാധ്യതകൾ IT മേഖലയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളത്? തീർച്ചയായും അദ്ദേഹം ഓൾറെഡി അങ്ങനെ പ്രൂവ് ചെയ്ത ഒരാളാണല്ലോ. സ്വാഭാവികമായിട്ടും നമ്മളെ ട്രിവാൻഡ്രത്തെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം അത്രയും ചേഞ്ചസ് കൊണ്ടുവരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു വീഡിയോയിൽ കണ്ടതാണ് ഏറ്റവും കൂടുതലും വികസനം IT മേഖലയിൽ കൊണ്ടുവന്നത് ശശി തരൂരാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുക? ഇല്ല, സ്വാഭാവികമായിട്ട് അത് അവകാശവാദങ്ങളല്ലേ, ഇലക്ഷൻ ആകുമ്പം നോർമലാണ് അതൊക്കെ. ഇപ്പോൾ 2047 എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള യൂത്ത് കുറച്ചുകൂടി മുന്നോട്ട് വരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കണം, ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള വിഷൻ ഇപ്പോഴേ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നെല്ലാം തീരുമാനിക്കാനും, പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു നല്ല ഒരു IT പ്രൊഫഷണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നേതൃത്വം കൊടുത്ത് ചെയ്യാൻ കഴിയുന്ന ഒരാൾ അദ്ദേഹം പറയുന്നത് നയിക്കാനെന്നാണ്, ഒരിക്കലും ഒരു അധികാര സ്ഥാനത്തിലേക്ക് എത്താനില്ല, നയിക്കാൻ നമുക്കൊപ്പം നിൽക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരാൾ വരുമ്പോൾ യൂത്തിനെ കൂടെ നിർത്തി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളാണ് ഈ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്? അദ്ദേഹം ഒരു MP ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വികസനങ്ങൾ ഈ IT മേഖല കൊണ്ടുവരും സാധിക്കുമെന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ ഐഡിയാസ് ഉള്ള നല്ല ആശയങ്ങളുള്ള അത് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ആൾ വരുമ്പോൾ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് തന്നെ നമ്മൾ യൂത്തിനെ കേന്ദ്രീകരിച്ചിട്ടാണ്. ഇന്ന് ഈ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ അധികം പങ്കെടുക്കുന്നതും ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ രാജീവ്ജി വിജയിച്ച് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെറുപ്പക്കാർക്ക് വളരെയധികം അവരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് വികസനങ്ങൾ ഉണ്ടാവും അവരെ കേന്ദ്രീകരിച്ച് തന്നെ. കാര്യം നമ്മുടെ നാട്ടിൽ യുവാക്കൾക്കാണിപ്പോൾ ജോലി സാധ്യതയുടെ കാര്യങ്ങളിലായിരുന്നാലും എല്ലാത്തിലും പഠിത്തത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും അവസരങ്ങൾ കുറവാണ്. കേരളത്തിലായിരുന്നാലും നമ്മുടെ തിരുവനന്തപുരം പോലുള്ളൊരു ജില്ലയിൽ ഉറപ്പായിട്ടും ഒരുപാട് വികസനങ്ങൾ ഇനിയും വരാനുണ്ട്. ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓരോ കോഴ്സ് ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സസിൻ്റെ കാര്യത്തിലായിരുന്നാലും ഇപ്പോൾ ചെന്നൈ, ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലുള്ള പോലത്തെ ഡെവലപ്മെൻറ്റ്സ് ഇനിയും തിരുവനന്തപുരത്തും വരാനുണ്ട്. അപ്പം ഉറപ്പായിട്ടും രാജീവ്ജി ജയിച്ച് വന്നു കഴിഞ്ഞാൽ അതുപോലുള്ള വികസനങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടാവും എന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും സാർ തന്നെ ജയിക്കണമെന്നാണ് ആഗ്രഹം. ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടാവും. കഴിഞ്ഞ 15 വർഷമായിട്ട് തിരുവനന്തപുരത്തും അതുപോലെ കഴിഞ്ഞ 65 വർഷമായിട്ട് ഭാരതത്തിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 65 വർഷം കൊണ്ട് ഭാരതത്തിന് കൈവരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും വെറും 10 വർഷം കൊണ്ടാണ് നമ്മൾ ഇന്ന് കൈവരിച്ചിവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പല ദീർഘവീക്ഷണത്തിലുള്ള കാര്യങ്ങൾ 2024 എന്തെന്ന് പറയാൻ സാധിക്കാത്ത ആൾക്കാരാണ് ഇലക്ഷന് വേണ്ടി മത്സരിക്കാൻ നിൽക്കുന്നത്. അതേസമയത്താണ് ഇപ്പോഴത്തെ സർക്കാർ 2047 എന്തെന്നുള്ള 25 വർഷത്തെ പദ്ധതി നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നത്. കേരളത്തിൽ ഇതുവരെ ഭാരതത്തിലെ മറ്റ് എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന പോലൊരു വികസനവും അതുപോലെ ദീർഘവീക്ഷണവും കേരളത്തിലും അതുപോലെ തിരുവനന്തപുരത്തും എല്ലായിടത്തും വരണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളതാണ്. കേരളം ഭാരതം എത്തുന്നതിൻ്റെ കൂടെ കേരളവും ഓടിയെത്തണം എന്നുള്ളൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും വേണം. അപ്പോൾ അതിന് തിരുവനന്തപുരത്ത് ഏറ്റവും നന്നായിട്ട് അതിന് വേണ്ടി പ്രയത്നിക്കാൻ പറ്റുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുമ്പോൾ ആൾ പല യൂണിവേഴ്സിറ്റികളിലും പഠിച്ച് എന്നാലും പല അവസരങ്ങളുണ്ടായിട്ടും തിരിച്ച് കേരളത്തിൽ തന്നെ ഭാരതത്തിലെത്തി ഭാരതത്തിൻ്റെ വികസനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പല വകുപ്പിൻ്റെ സഹകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് നിന്നിട്ടുള്ള ആളാണ്. IT മേഖലകളിലും സംരംഭക മേഖലകളിലും പല വികസന പദ്ധതികളും എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വളരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ മാറ്റത്തിന് ആരെന്നുള്ളൊരു ചോദ്യത്തിന് ഒരു ഉത്തരവേ പറയാൻ പറ്റുമോ, അത് രാജീവ് ചന്ദ്രശേഖരൻ. നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഉറപ്പ്. യങ്സ്റ്റർ എന്ന നിലയിൽ നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിരിക്കും. അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും? അതല്ല ആയിരിക്കും, ഉറപ്പായിട്ടും ആയിരിക്കും. അദ്ദേഹം ജയിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്? അതെ, കുഴപ്പമില്ല, നല്ലതായിരുന്നു. എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് ഇതുകൊണ്ട് മനസ്സിലായത്? എല്ലാം നല്ല മനസ്സിലായി. എനിക്കങ്ങനൊന്നും പറയില്ല. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ സാറ് ഭരണത്തിൽ വന്ന
നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവുമെന്ന് മനസ്സിലായി. സാറ് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. എല്ലാവർക്കും അവരുടെ ആഗ്രഹം നന്നായിട്ട് നടത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതൊക്കെ ഒരുപാട് ജോലി സാധ്യതകൾ കിട്ടാൻ ഉറപ്പാണ്. വളരെ നല്ല പ്രോഗ്രാമായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ സാറ് വന്നാൽ വളരെ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവുമെന്ന് മനസ്സിലായി. ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ സ്കൂളിലും കോളേജുകളിലും സാറ് നല്ല ലാബുകളാണ് കൊടുത്തത്. അപ്പം സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കലായിട്ടും തിയറി ആയിട്ടും നന്നായിട്ട് പഠിച്ച് നമ്മുടെ പുറത്ത് പോയി ജോലി ചെയ്ത് അവിടെ സെറ്റിൽഡ് ആവുന്നവർ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് പുറത്തുള്ളവർ വന്ന് ജോലി ചെയ്ത് ഇവിടെ സെറ്റിൽഡ് ആവണം. പുറത്തുള്ളതുപോലെ ഇവിടെയും വലിയ മാറ്റമുണ്ടാക്കും സാറ് ഭരണത്തിൽ വന്ന്. പരിപാടി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം എപ്പോഴും നമ്മുടെ പ്രതീക്ഷ യുവജനങ്ങളിലാണ്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഒരുപാട് കുട്ടികളെ കാണാൻ സാധിച്ചു. അവരോട് സംസാരിക്കുന്ന സമയത്ത് എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. എല്ലാവരും വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം പാഴായിപ്പോയ 15 വർഷങ്ങൾ ഇനി ഉണ്ടാവില്ല. ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ ഈ നാടിൻ്റെ ജനപ്രതിനിധിയായിട്ട് മാറും എന്നൊരു വിശ്വാസം ഈ യുവജനതയുടെ വാക്കുകളിൽ, അവരുടെ കണ്ണുകളിലെ ആത്മവിശ്വാസത്തിൽ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് സംജാതമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ കാണുന്ന സമയത്ത്, അതിനെക്കുറിച്ച് അറിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത്. തിരുവനന്തപുരത്തിന്റെ യുവജനത രാജീവ് ചന്ദ്രശേഖറിനോടൊപ്പമാണെന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം വളരെ വ്യക്തമായിട്ട് ബോധ്യമാകുന്നുണ്ട്. ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖറിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അദ്ദേഹത്തിന് ഈ നാടിന്റെ ജനപ്രതിനിധിയാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പം വിഷൻ 2047 യൂത്ത് ഫോർ ചേഞ്ച് എന്നൊരു ആശയത്തിൽ ഊന്നിയിട്ടാണ് ഇന്ന് ഇവിടെ ഒരു പരിപാടി നടന്നത്. എന്താണ് നിങ്ങൾക്ക് അതിനെ പറ്റി പറയാനുള്ളത്? ഇത്രയും കേട്ട സ്ഥിതിക്കും രാജീവ് ചന്ദ്രശേഖർ സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സോ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത കൈൻഡ് ഓഫ് പുതിയ മാറ്റങ്ങൾ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്നൊരു വിശ്വാസം നമുക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാമിലൂടെ ഉണ്ട്. കാരണം ജസ്റ്റ് ഐഡിയാസ് പറയുക മാത്രമല്ല, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള രീതികൾ ഉൾപ്പെടെ നമുക്ക് വിശദമാക്കി തന്ന് ജസ്റ്റ് കേട്ട് സ്ഥിരം നമ്മൾ കാണുന്ന ഇലക്ഷൻ പ്രചാരണത്തിന് പറയുന്ന വെറും വാഗ്ദാനങ്ങൾ മാത്രമായിട്ടല്ല, മറിച്ച് ഇതൊക്കെ നടപ്പിലാവുന്നൊരു ഉറപ്പ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ആസ് എ ആത്മവിശ്വാസം ഉണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ. എൻ്റെ ഫസ്റ്റ് വോട്ടാണ്. അപ്പോൾ ഒരു ന്യൂ വോട്ടർ എന്ന നിലയിൽ അഫ്കോഴ്സ് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യണം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ലൈക്ക് പൊളിറ്റിക്സിൽ നിന്ന് വ്യത്യാസമായിട്ട് ജസ്റ്റ് നമ്മുടെ നേഷൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരുപാട് ചെയ്യാൻ പറ്റുമെന്ന് ഇന്നത്തേന്ന് മനസ്സിലായി. ലോട്ട് ഓഫ് ന്യൂ ഐഡിയാസ്. ഇപ്പം ഈ പ്രോഗ്രാമിൽ ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്തു, അതിനൊരു ഉത്തരം കിട്ടുകയും ചെയ്തു. എന്താണ് അതിൽ നിന്ന് മനസ്സിലായത്? ഈ പറഞ്ഞ പോലെ തന്നെ മറ്റ് പാർട്ടിക്കാർ പറയുന്നതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. കാരണം ഈ എഡ്യൂക്കേഷൻ പരമായിട്ടും ടെക്നോളജി പരമായിട്ടും ഒരുപാട് ഡെവലപ്മെൻറ്റ് ആ വ്യക്തിക്ക് നമുക്ക് തരാൻ പറ്റുമെന്നൊരു വിശ്വാസം അദ്ദേഹം നമ്മളിൽ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ആദ്യത്തെ വോട്ടാണ്. അപ്പം ചെയ്യുന്നത് നല്ലതിലേക്കാണെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്.